കഴിഞ്ഞ ആഴ്ച സംശയം ചോദിച്ചത്, പ്രവാചകൻ ഈ സംസം വെള്ളം എല്ലാ രോഗത്തിലുള്ള ശമനാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി ആരാണെന്നാണ്. അള്ളാഹ് പറഞ്ഞ പ്രവാചകന് ഒരു മതവിഷയം പറയുകയാണെങ്കിൽ അള്ളാഹിന്റെ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു പ്രവാചകനും ഒരിക്കലും അനുഭവജ്ഞാനത്തിന് വരെ എതിരായൊരു സംഗതി പ്രവാചകൻ പറയുമോ? ഒരിക്കലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഹദീസ് ഇമാം ദാറഖുത്നി ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്, മാവു സംസം ലിമാ ശുരിബ ലഹു. ഏത് രോഗം, ഇപ്പൊ ക്യാൻസർ ആവട്ടെ, അത് മാറണമെന്നാണ് വിചാരിച്ചിട്ട് ആ സംസാണ് കുടിച്ചാൽ സംസം മാറും. എയ്ഡ്സ് രോഗമാവട്ടെ, അത് അവിടെ മാറണമെന്ന് വിചാരിച്ചെങ്ങാണ്ട് സംസം കുടിച്ചാൽ മാറുന്നാണ്. എന്തിനും നമ്മൾ ഉദ്ദേശിച്ചാണ് കുടിച്ചാൽ അതിന് സിദ്ധി കിട്ടുമെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ കുറിച്ച് ഗൾഫിലെ ഷെയ്ഖായ അൽബാനി വരെ പറഞ്ഞത് മൗലൂ എന്നാണ്. മൗലൂ എന്നാണ് മനുഷ്യ നിർമ്മിത ലൈഫിനേക്കാൾ കുറച്ച് ഗൗരവമാണ്. അത് ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി, ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ചതിക്കാൻ വേണ്ടി. കാരണം ഈ ഹദീസ് അങ്ങനെയാണ്, ഈ മുസ്ലിങ്ങൾ സ്നേഹിതന്മാരെ ചികിത്സ ചെയ്യാതെ ഈ വെള്ളം കുടിച്ച് ഇരിക്കൂലേ, അങ്ങനെ മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു ജൂതനെ, ഏതൊരു മനുഷ്യനെ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. ഈ ഹദീസിനെ കുറിച്ച് വ്യക്തമായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട്. ആ ദുർബല ഹദീസ് ഇർവാ എന്ന അദ്ദേഹത്തിന്റെ കിതാബിലും അഹദീസ് ലൈഫ് എന്ന കിതാബിലെല്ലാം തന്നെ ആ ഹദീസ് ഒരിക്കലും നബി പറഞ്ഞതല്ല, മനുഷ്യ നിർമ്മിതാന്ന് പറഞ്ഞു. ഇനി നിർമ്മിതമാണതിന് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ കുത്തുബി പറഞ്ഞു. കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ ഒറ്റ സംഭവം വരെ എല്ലാ സ്നേഹിതന്മാർ രോഗിക്ക്, ഏതെങ്കിലും രോഗിക്ക് നബി സംസം കൊടുക്കാൻ പറഞ്ഞത്. നേരമായി ധാരാളം ഹദീസ് കാണാൻ നബി തേൻ കൊടുക്കാൻ പറഞ്ഞതും കർജീരകം കൊടുക്കാൻ പറഞ്ഞതും സുന്നാമാക്കി കഴിക്കാനും ഒക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രവാചകൻ ഞാൻ പറഞ്ഞ ജൂത ഡോക്ടർ വരെ ഉണ്ടായിരുന്നു. അപ്പൊ സംസം കൊണ്ടെല്ലാം മാറി. പിന്നെ മക്കത്തും മദീനത്തൊക്കെ എത്ര ആസ്പത്രി ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ഹറമിൽ വരെ എഴുതിയത് കാണും, സംസം തണുത്ത സംസം കുടിക്കുന്നത് ഒഴിവാക്കുക. അത് കുടിച്ചിട്ട് ചിലർക്ക് പരയൊക്കെ ഉണ്ട്. ഹറമിന്റെ പള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ചും കൊണ്ട് കുത്തിയിരിക്കും. കാരണം ഇതിങ്ങനെ തണുത്തത് കുടിച്ചിട്ട് ജലദോഷമൊക്കെ ഉണ്ടാകുകയാണ്. അപ്പൊ അവിടെ തന്നെ മക്കത്തും മദീനത്തൊന്നും ആസ്പത്രിയൊന്നും ആവശ്യമില്ലല്ലോ. ഇനി ഈ പറയുന്ന ആളുകൾ വരെ അലോപ്പതി ആസ്പത്രിയൊക്കെ നടത്തുന്നുണ്ട്, ഹോമിയോപ്പതി വരെ നടത്തുന്നുണ്ട്, അലോപ്പതി നടത്തുന്നുണ്ട്, ആയുർവേദിക് നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഹദീസ് സഹിയ എന്ന് പറഞ്ഞവര് അവരെങ്കിലും ഇത് പ്രായോഗികമാക്കണ്ടേ? അവിടെ ഏതെങ്കിലും ആസ്പത്രിയിൽ സംസം വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ടോ? ഇനി രോഗികൾ വരുമ്പോൾ ആ വെള്ളം കൊടുക്കുന്നുണ്ടോ? അപ്പൊ അതൊരു മനുഷ്യനിർമ്മിതമായ ഹദീസാണ്. അത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയതാണ്. അത് പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയതുമാണ്. സഹോദരനായി കണ്ട ഒരാള് പോലും ഇത് മൗദൂ എന്ന് പറഞ്ഞിട്ടില്ല. ഒരാള് പോലും, അൽബാനി എന്നല്ല ഒരാളും പറഞ്ഞിട്ടില്ല ഇത് മൗദൂ എന്നുള്ളത്. ശുദ്ധമായ കളി മിമ്പർമക്കേരി പറയാം. താഴേക്കണ മനുഷ്യന്മാർക്ക് ഇതിലെ കിതാബിലുണ്ടോ? 2 കിതാബിലെ പേരാണ്ട് പറഞ്ഞാൽ പണ്ട് ഖുറാഫി മൂലമല ഈ പണിയെടുത്തിരുന്നത്. ഇത് തീരുമാനം എന്ന് പറഞ്ഞാൽ പോലെ എന്താ തീരുമാനം പറഞ്ഞു കൊടുക്കി? അൽബാനി മൗദൂ എന്ന് പറഞ്ഞു. അൽബാനി മൗദൂ ഏതാ? അത് വേറെ ഹദീസില് ഈ സംസമിന്റെ ഒരു ഭാഗം കൂടി വന്നൊരു വാക്കുണ്ട്. ആ ഹദീസ് അത് മൗദൂ. അതേതാ അറിയോ? ഇന്നൽ ഖദറ ഫിൽ ബഹരി വൽ യസ്അ ഫിൽ ബർരി. ഖിദർ നബി കടലിലും അൽ യസ്അ നബി കരയിലുമുണ്ട്. ഇജ്തിമആനി കുലയത്തിൻ ഇൻദ റദ്മി അല്ലദി ബനാഹു ദുൽഖർനൈൻ ബൈന നാസ് വബൈന യജൂജ് വമഅജൂജ്. യജൂജ് മഅജൂജിനും മനുഷ്യന്മാർക്കുമിടയിൽ ദുൽഖർനൈൻ ഉണ്ടാക്കിയ കെട്ട്, ആ കെട്ടിന്റെ സമീപത്ത് അൽ യസ്അ നബിയും ഖിദർ നബിയും ഒരുമിച്ച് കൂടും എന്ന് എല്ലാ രാത്രിയും. എന്നിട്ട് യഹുജ്ജാനി വയഅ്തമിറാനി കുല്ല ആമിൻ, എല്ലാ കൊല്ലം അവർ രണ്ടാളും ഹജ്ജും ഉംറയും ചെയ്യാനും വരും. വയസ്റബാനി മിൻ സംസം, സംസം വെള്ളം കുടിക്കുകയും ചെയ്യും. ഇതാണ് മൗദൂ പറഞ്ഞത്. ഈ ഹദീസ് അൽബാനി മൗദൂവാക്കിയത് അത് ഉറപ്പല്ലേ? കേട്ടതന്നെ അറിയില്ലേ? ഖിദർ നബി അൽ യസ്അ നബി എല്ലാ ദിവസവും രാത്രി അവിടെ മീറ്റിംഗ് കൂടുന്നുണ്ട്, കൊല്ലത്തിൽ ഹജ്ജനും വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാണ് ഉണ്ടാക്കിയതാന്നുള്ളത്. അതിനെപ്പറ്റി ആ മൗദൂ എന്ന് പറഞ്ഞത്. അതേപോലെ അത്തളല്ലു മിൻ മാഇ സംസം ബറാഅത്തും മിൻ നിഫാഖ് എന്ന റിവായത്ത് അത് മൗദൂ എന്ന് പറഞ്ഞു. അതേ ശൈഖ് അൽബാനി സിൽസില സ്വഹീഹയിൽ സംസമുമായി അദ്ദേഹം സ്വഹീഹായി പഠിപ്പിച്ചത് ഉദാഹരണമായി കാന യഹ്മിലു മാഅ സംസം ഫിൽ അദാബി വൽ ഖിറബി വകാന യസുബ്ബു അൽ മർളാ വയസ്ഖീഹിം. സംസം വെള്ളം പാത്രങ്ങളിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. മാത്രവുമല്ല വകാന യസുബ്ബു അൽ മർളാ, രോഗികളെ മേൽ അത് ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വയസ്ഖീഹിം, അവരെ കുടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന റിവായത്ത് ശൈഖ് അൽബാനി സ്വഹീഹായി അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ സിൽസില സ്വഹീഹയിൽ 883 ഹദീസ്. അതേ സിൽസില സ്വഹീഹയിൽ 1056 ഹദീസ് ഏതാ? ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം.
ഭൂമുഖത്തെ വെള്ളത്തിൽ ഏറ്റവും ഹൈറായ വെള്ളം സംസം വെള്ളമാണ്. ഫീഹി തുആമുൻ മിനത് തുഅമി, അത് ഭക്ഷണമാണ്. വ ശിഫാഉൻ മിനസ് സഖമി, രോഗത്തിന് ശിഫയാണ്. ഭക്ഷിക്കുന്നതിന് ഭക്ഷണമാണ്, രോഗത്തിന് ശിഫയാണ് എന്ന ഹദീസ് ഷെയ്ഖ് അൽബാനി 1056 ഹദീസായി സ്വഹീഹായിട്ടാണ് രേഖപ്പെടുത്തിയത്. അതേ സിൽസില സ്വഹീഹയിൽ 2685 ഹദീസ്. കുന്നാ നുസമ്മിഹാ ശബ്ബാഅ, സംസമേ ഞങ്ങൾ ശബ്ബാഅ എന്ന് പേരിട്ടിരുന്നു. എന്താ ശബ്ബാഅ എന്നാല് പിന്നെ വിശപ്പ് മാറ്റുന്നത്, വിശപ്പ് മാറ്റുന്നത് എന്ന് ഞങ്ങൾ പേര് പോലും വെച്ചിരുന്നു. കുടുംബത്തിന് ഏറ്റവും നല്ല സഹായമായി ഞങ്ങൾ സംസമിനെ കണ്ടിരുന്നു എന്ന് സ്വഹാബിമാർ പറഞ്ഞത് സ്വഹീഹായി ഷെയ്ഖ് അൽബാനി പറയുന്നു. അതേ സിൽസിലയിൽ തന്നെ 3585 ഹദീസ്. ഇന്നഹാ മുബാറക ഇന്നഹാ തുആമു തുഅമിൻ, അത് ബർക്കത്തുള്ളതാണ്, അത് ഭക്ഷിക്കുന്നവന്റെ ഭക്ഷണമാണ്. അതാണ് ഇദ്ദേഹം അംഗീകരിച്ച ആകെ ശരി എന്ന് പറഞ്ഞ അതാണ്, ബാക്കിയൊന്നും ശരിയല്ല. സഹോദരന്മാർ, എന്നിട്ട് ഷെയ്ഖ് അൽബാനെ പേരില്ല ഈ ഇല്ലാത്ത കളവ് ഉണ്ടാക്കി. അൽബാനി വരെ മൗദൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ തട്ടിപ്പടുത്തിയാണ് ഇതിന് മഹത്വമില്ല എന്ന് പറഞ്ഞത്, ഇത് ശിഫയല്ല എന്ന് പറഞ്ഞത്. എങ്കിൽ ആ സംസം വെള്ളം കൊണ്ടുവന്ന മനുഷ്യന്മാർക്ക് ഒരു സമാധാനം പറഞ്ഞൊടുക്കി. വീട്ടിലുള്ള സംസമയിൽ സൂക്ഷിച്ചു വെക്കണോ അതോ ഒഴിവാക്കണോ? ഇദ്ദേഹം പറഞ്ഞതാണ് ശരിയെങ്കിൽ ഇത്രയും കാലം രോഗശമനത്തിന് വേണ്ടി സംസം കുടിച്ചത് ശിർക്കായിരുന്നു. എന്റെ ജാറത്തിന് വെള്ളം നമ്മൾ വാങ്ങി കുടിക്കാത്തത്? എന്റെ തങ്ങളടുത്ത് നമ്മൾ വർക്കത്തിന് സാധനം വാങ്ങാത്തത്? എന്റെ ജാറത്തിങ്ങ പോയി നമ്മൾ വർക്കത്ത് വാങ്ങാത്തത്? എന്റെ രോഗസമയത്തിന് ബീവിയെ പോയി കാണാത്തത്? അതൊക്കെ ശിർക്കിന്റെ വശങ്ങളായതുകൊണ്ടാണല്ലോ. എങ്കിൽ സംസം വെള്ളം രോഗശമനമാണ്, ജൂതന്മാരുണ്ടാക്കിയ മൗദൂ ആണ്, അത് ശരിയല്ല, അത് വിശ്വാസം പേടിപ്പിക്കാനാണ് എന്നാണെങ്കിൽ ഇത്രയും കാലം സംസം വെള്ളം കുടിച്ച മുജാഹിദീങ്ങളുടെ വിധി എന്ത്? അതല്ല, അത് മഹത്വമുണ്ട്, രോഗശമനമാണ് എന്നാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഖുത്ബയും വഅദും ക്ലാസും കേട്ടിട്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ച മനുഷ്യന്മാർ അവിടെ എന്താ ചെയ്യാ? ആയിക്കോട്ടെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് വേണം? ഇവിടുന്ന് അങ്ങോട്ട് എന്ത് വേണം? ഇനി ഹജ്ജ് ഗ്രൂപ്പ് പോകുമ്പോ സംസം കൊണ്ടുവരാൻ പറയണോ വേണ്ടെന്ന് പറയണോ? മക്കത്തും മദീനത്തും ഹോസ്പിറ്റലില്ലേനാ, അതേ മക്കത്തും മദീനത്തും സംസം വെള്ളമില്ലേ? അത് മൂപ്പര് കണ്ടില്ല, അത് മൂപ്പര് കണ്ടില്ല. മക്കത്തും മദീന എത്ര സ്ഥലത്താ സംസം വെള്ളം വെച്ചത്? പിന്നെന്താ, തണുത്ത സംസം വെള്ളം കുടിച്ച് ജലദോഷം ഉണ്ടാവുന്നുണ്ട്, തണുപ്പിന് കുഴപ്പ, സംസമിന് കുഴപ്പമില്ല. ചില മനുഷ്യന്മാർക്ക് തണുപ്പ് പറ്റൂല, ചില മനുഷ്യന്മാർക്ക് തണുപ്പേ പറ്റുള്ളൂ. അപ്പൊ രണ്ടും വെച്ചു, ആവശ്യമുള്ളത് കുടിച്ചോട്ടെ, അതുണ്ടാവൂലേ, സ്വാഭാവികല്ലേ. ഇനിയിപ്പോ ഖുർആൻ പറഞ്ഞല്ലേ ഫീഹി ശിഫാഉൽ ലിന്നാസ്, തേനിൽ ശിഫയുണ്ട്. ഇയാൾക്ക് എന്ത് പറയാ? എന്നാ പിന്നെ എന്തിനാ ഇടവണ്ണ ഹോസ്പിറ്റല്, എന്തിനാ നിലമ്പൂർ ഹോസ്പിറ്റല്, എന്തിനാ മഞ്ചേരി ഹോസ്പിറ്റല്, എല്ലായിടത്തും കുറച്ച് തേങ്ങച്ചോടം ചെയ്താൽ പോരെ എന്ന് പറഞ്ഞൂടെ? എന്റെ അവിടെ പറയാത്തത് അത് ഖുർആൻ ആയതുകൊണ്ട് ഇപ്പൊ പറയാൻ ധൈര്യം കിട്ടിയിട്ടില്ല. ഈ പോക്ക് പോയാൽ കുറച്ച് കഴിയുമ്പോ പറയും. ഈ പോക്ക് പോയാൽ KNM ലേബലിൽ വെച്ച് നിങ്ങൾ എഴുതി വെച്ചോ, അധികം വൈകാതെ ശുദ്ധ ചേകഞ്ഞ ദിവസം പറയും.